ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് റോബ്ലോക്സിൽ ഒരു പൊളിപ്പൻ ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. അയ്യേ, ഇതെന്താ തുടക്കം തന്നെ ഇങ്ങനെയായല്ലോ. എടാ, ഇൻട്രോ പറയാൻ സമ്മതിക്കത്തില്ലല്ലോ ഗൈസ്. അപ്പം നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ടിംസ് എന്ന് പറഞ്ഞൊരു എസ്കേപ്പാണ്. അപ്പം നിങ്ങൾ നേരെ ഗെയിം പ്ലേ ആണ്. മലയാളിക്കെന്താടാ ചേട്ടോ, മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും പോടാ. മലയാളിക്കെന്താടാ ചേട്ടോ, മലയാളി പുലിയാടാ. ചുമ്മാ സട്ടക്കൂട്ടം തുണർന്നാൽ അട്ടപ്പട്ടലം നിന്റെ കഥ കഴിയും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുതിയൊരു സ്കിന്നാണ് ഞാൻ ഈ സ്കിൻ ഇട്ടിട്ടുള്ളൂ. എൻ്റെ റോബക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികം വില കൂടിയൊന്നുമില്ല. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയ സ്കിന്നാണ്. പിന്നെ എൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ റോബ്ലോക്സിൽ മലയാളി പ്ലേസ് 1 എന്നാണ്. പിന്നെ ഡിസ്പ്ലേ ചെയ്തേക്കുന്ന നെയിം ഏതാണെന്ന് വെച്ചാൽ മലയാളി പ്ലേസ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് ആക്കണമെങ്കിൽ ആക്കാം. മേലോട്ട് തന്നെയാണ് പോകേണ്ടത്. ടോപ്പ് ടൈം എന്ന് പറഞ്ഞൊരു സംഭവം കാണിച്ചിട്ടുണ്ട് അവിടെ. അത് ആരാന്നറിയാൻ വരാം. നേരെ ഓടി ഈ വെൻറ്റിൻ്റെ അകത്ത് കയറാം. സി ഗെയിം ആണെങ്കിൽ ആരും അധികം ഗെയിം പ്ലേ ഇട്ട് ഞാൻ കണ്ടിട്ടില്ല ഇതിൻ്റെ. അതുകൊണ്ട് എനിക്കിതൊന്നും അറിയാനും മേല. ഇതെന്താ സംഭവം എന്നറിയത്തില്ല. ഇതെന്താ? നമ്മുടെ സ്കിന്ന് എങ്ങനെയുണ്ട് ഗൈസ്? എൻ്റെ സ്കിന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യണം. ഗൈസ്, പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഗെയിം കളിക്കണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. പിന്നെ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, നമ്മളത് ഉറപ്പായിട്ടും നമ്മളത് കളിക്കും. എനിക്ക് അതിൻ്റെ മൾട്ടിപ്ലെയർ കളിക്കാൻ സമയമില്ല. അടുത്ത സൺഡേ പറ്റത്തുള്ളൂ മൾട്ടിപ്ലെയർ. നമുക്ക് അടുത്ത സൺഡേ ഇടാൻ പറ്റുമോ നോക്കട്ടെ. മൾട്ടിപ്ലെയറൊക്കെ കളിക്കണമെങ്കിൽ സൺഡേകളിലേ പറ്റത്തുള്ളൂ. അതാണ് മെയിൻ കുഴപ്പം. പിന്നെ ബാക്കി എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഏത് ഗെയിം വേണമെങ്കിലും കളിക്കാൻ പറ്റും. ഇനി നേരെ പോകണം. നമ്മൾ പ്രോ ആയതുകൊണ്ട് ഇതൊന്നും വിഷയമുള്ള കാര്യമല്ല. പിന്നെ നമ്മളിതിൽ ചാടി കിടക്കണതിലൊക്കെ നമ്മളൊരു പ്രോ അല്ല. ഞാൻ പറഞ്ഞില്ലേ, പ്രോ അല്ല. അതുകൊണ്ടാണ് നമ്മൾ വീണത്. പ്രോ ആയിരുന്നെങ്കിൽ നമ്മൾ വീഴത്തില്ല. നമുക്ക് ഒന്നുകൂടി അവിടെ എത്തട്ടെ. നമ്മൾ ഇനി ഇതിൽ ഞാൻ വീഴത്തില്ല. ഇതെൻ്റെ വാശിയാണ്. അതിൽ വീഴത്തില്ല. നേരെ പോവാം. ഗൈസ്, ഇവിടെ ലേസറൊക്കെ ഉണ്ട്. ചാറണ്ട, ഓടിപ്പോയാൽ മതി. ഇനി ചാറണം. അയ്യോ, ചാടിക്കോ. ഇനി അടുത്തേൽ ചാടി പോകണം. ജമ്പ് ചാട്ടണ്ടല്ലോ. ഇതിലും ചാടണം. ചാടിക്കോ. അയ്യോ, ചത്ത്. നമുക്കൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഫസ്റ്റ് പേഴ്സൺ ഒന്ന് മാറ്റി ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഓടിക്കോ. ഇങ്ങനെ വെച്ച് നോക്കാം. ഓടിക്കോ. ഇത് ഇങ്ങനെ വെച്ച് ചാടണോ അതോ ഈ സൈഡിലോട്ട് ആംഗിൾ വെച്ച് ചാടി നോക്കാം. ചാടിക്കോ. നമുക്ക് സാധാ പോലെ തന്നെ കളിച്ചാൽ മതിയായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. നമുക്കിനി ഫാൻ ഇതെന്താ ചെയ്യാൻ? ഇത് വയർ. അയ്യോ, ഇനി അങ്ങോട്ടൊന്നുകൂടി പോകണം. ഇതങ്ങ് ഓണാക്കി വെക്കാം. ഇനി മേലോട്ട് പോകുമ്പോൾ അങ്ങോട്ട് ഓടിപ്പോവാം. യെസ് ഗൈസ്, അത് ഓഫാക്കിയപ്പോൾ ഫാൻ അടിച്ച് താഴെ വീണു. അയ്യോ, താണ്ട ടിമ്മു തന്നെ. ഗൈസ്, ടിമ്മ് നമ്മുടെ പുറകെ ഉണ്ട്. ഇത് എങ്ങോട്ട് കൊണ്ട് ജനൽ വഴി ചാടണോ? ജനൽ വഴി ചാടണമെന്ന് തോന്നണം കേട്ടോ. അതിലമ്പി ചാടി വെക്കാം. അയ്യോ, ചാടാൻ പറ്റുന്നില്ല. ടിമ്മ് പിടിച്ച്. അയ്യോ, എൻ്റെ ഒന്നെ രക്ഷപ്പെട്ടു ഭാഗ്യം. ഇതെന്താ ഇത് സംഭവം? ഗൈസ്, ഇനി മെയ്സ് ആണെന്ന് തോന്നണം കേട്ടോ. മെയ്സ് എനിക്കിഷ്ടമല്ല. ഇതെങ്ങോട്ടാ? അങ്ങോട്ടോണോ ഇങ്ങോട്ടോണോ? ഇങ്ങോട്ട് പോവാം. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഈ മെയ്സ്. വഴി തെറ്റും. ഗെയിമിലെ മെയ്സ് കേട്ടോ. റിയലായിട്ടാണെങ്കിൽ കുഴപ്പമില്ല. ചിലപ്പോൾ ആർക്കിലേക്ക് പോകുമ്പോൾ ഉണ്ടാവില്ല മെയ്സ്. ഗൈസ്, ഇങ്ങോട്ടാ വഴി. നമ്മൾ ഫസ്റ്റ് തന്നെ വഴി കണ്ടുപിടിച്ച്. ബിക്കോസ് ഐ എം എ പ്രോ പ്ലെയർ.
ഓ ഗൈസ് ഇവിടെ നിന്ന് നമുക്ക് ഈ ലാഡർ എടുത്തുകൊണ്ട് പോയി അവിടെ ഇവിടെ വെച്ച് നടക്കാനാണ്. നമ്മുടെ ഈ ഗെയിമിലാണെങ്കിൽ നടക്കാൻ വേണ്ടിയാണ് ലാഡർ ഉപയോഗിക്കുന്നത്, പിടിച്ച് കയറാൻ വേണ്ടിയല്ല. ഇനി ഇത് ഇങ്ങോട്ട് വെക്കണം. ഒരെണ്ണം തന്നെ മതി, പിന്നെന്തിന് ഇത്ര എണ്ണം തന്നേക്കണേന്ന് അറിയാൻ മേല. ഇത് സിമ്പിൾ ലെവൽ. ഓക്കെ, ഇനി ഇങ്ങോട്ട് പോകാം. ഇനി ലാഡർ വേണോ? വേണ്ട. ഇനി നമുക്ക് ഷവൽ എടുക്കാം. ഇതെന്താ കിട്ടാത്ത? ഷവൽ കിട്ടുന്നില്ല. നമുക്ക് ഒന്ന് കുഴിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, നമ്മൾ കൈ കൊണ്ടാന്ന് തോന്നുന്നു കുഴിക്കണത്. ഷവൽ കിട്ടിയില്ല. നമുക്ക് ഒന്ന് നോക്കാം ഷവൽ കിട്ടിയോന്നേ. നമ്മുടെ ഷവലുണ്ട്. നമുക്കതിപ്പോൾ കിട്ടിയെങ്കിലും പിന്നെ കാണിക്കും. അതാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ്. ഗൈസ്, ഇനി ഇത് ഇവിടെ തുരഞ്ഞ് നേരെ അങ്ങ് തുരന്നു പോകണം. ഗൈസ്, നമുക്കിവിടെ എത്തി. ഇനി ഇവിടെ ചാടി പോകണം. ഇതൊക്കെ നമുക്ക് സിമ്പിൾ. ഇനി ലിവർ നെക്കു. ഇത് വീണ്ടും താഴത്തോട്ട് പോകുമെന്നറിയാൻ മേല. ഇല്ല, കുഴപ്പമില്ല. യെസ്. ഇനി എങ്ങോട്ടോ? ഗൈസ്, നമ്മളെ പറ്റിക്കാൻ വേണ്ടി അങ്ങോട്ട് വഴി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലയൊട്ടിയൊക്കെ നിലത്ത് കിടപ്പുണ്ട് കേട്ടോ. ടെറർ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇതെന്താ സംഭവം? ഗൈസ്, പറന്ന് പോണ്. നമ്മുടെ പ്രിസൺ എസ്കേപ്പ് പോലെ തന്നെയാണിത്. ഗൈസ്, എനിക്ക് വന്നിട്ട് ചാടുമ്പോൾ പൊട്ടു വന്നു കേട്ടോ. നമുക്കിതൊന്ന് ഇങ്ങനെ നോക്കാം. പൊട്ടും. അല്ല, പൊട്ടത്തില്ലെന്ന് തോന്നുന്നു. നടുക്ക് ക്രാക്കൊന്നും കാണാനില്ല. അയ്യോ, താഴെ പോയി. ഒരബദ്ധം എല്ലാവർക്കും പറ്റും. ഓക്കെ, നമുക്കിനി സ്പീഡ് ചാടി പോവാം. അതാണ് സേഫ്. നിങ്ങൾക്കൊന്നും ഇങ്ങനെ സ്പീഡ് വരാൻ പറ്റത്തില്ല. ബിക്കോസ് ഐ എം എ പ്രോ പ്ലെയർ. ഞാൻ പ്രോ പ്ലെയർ ആയതുകൊണ്ടാണ് എനിക്ക് ചാടി വരാൻ പറ്റിയത്. രണ്ടബദ്ധം ആർക്ക് വേണമെങ്കിലും പറ്റും. ചടിക്കോ? യെസ്. ഇനി മേലോട്ട് കയറണം. ഇത് മനസ്സിലാവുന്നില്ല എങ്ങോട്ടാണ് ചാടേണ്ടതെന്ന്. ഇങ്ങോട്ട് എല്ലാം ഒരേ കളറായതുകൊണ്ട് ഇരുട്ടും ആയതുകൊണ്ട് മനസ്സിലാവുന്നില്ല. ഇനി മേലോട്ട് കയറാം. ഇതെന്താ, കിണറാണോ ഇത്? കിണറാണ്, പക്ഷേ കിണറിൽ നിന്ന് വന്നത് ലാവയാണ്. സാധാരണ കിണറിൽ നിന്ന് വെള്ളമാകും എടുക്കുന്നത്. ലാവ എടുക്കണ കിണറാണ്. ഇതിന് നമ്മൾ ഇലവഴി ചാടി പോകണം. നീ ഇങ്ങോട്ട് ചടിക്കോ? ഇനിയുണ്ടാ, കഴിഞ്ഞില്ലേ? അയ്യോ, താഴെ പോയി. ഇനി അവിടെ ആദ്യം തന്നെ റീസ്പോൺ അവിടെ എവിടെയാണെന്ന് നോക്കട്ടെ. ഇവിടെ തന്നെയാണ് ഭാഗ്യം. ചാടിക്കോ? നമുക്ക് ഈ സ്പീഡിൽ ചാടിയാലേ വരത്തുള്ളൂ. പതിയെ നോക്കി ചാടിയാലൊന്നും ശരിയാവത്തില്ല. ഇവിടെ ഒരു തവള ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് തന്നെയാണോ നോക്കട്ടെ. അതെ. ഇനി ഗൈസ്, ഇതേ അവിടെ എക്സിറ്റ്. ഗൈസ്, ബോസ് ഫൈറ്റ് ആണ് കേട്ടോ. ഗൈസ്, പണിയാണ്. നോക്കട്ടെ. ഗൈസ്, ഇരുട്ടാ. ഇതേ ബോസ് ഫൈറ്റ്. ഇതേ കുറേ തന്മാർ വന്നുണ്ട്. അയ്യോ ഗൈസ്, ഇത് കുറേ പേര് വന്നുണ്ട് കേട്ടോ. ഗൈസ്, നമ്മളെ മേത്ത് തൊട്ടാൽ തന്നെ ചാവും. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇത് പറയണ പോലെ അല്ലേ, പാടാ കേട്ടോ. ഗൈസ്, ഇതേ ഇരുട്ടാ. ഇവനെ വെടിവെച്ചിടാം. ക്യാരറ്റാണ് ഗൈസിൽ നിന്ന് വന്നത്. അയ്യോ ഗൈസ്, നമ്മുടെ പുറകിൽ നിന്ന് വേറൊരുത്തം വന്ന്. യെസ്, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ഗൈസ്, നമുക്ക് ഇവിടെ മാറി നിൽക്കാനായിട്ട് എല്ലാവരെയും വെടിവെച്ചിടാം. ഇടിച്ചോ വെടി വെക്കട്ടെ. യെസ്. അയ്യോ ഗൈസ്, ഇത് എവിടെ നിന്നൊക്കെ ഗെയിമുകാർക്കോലും ഗെയിം ഉണ്ടാക്കിയ ആൾക്കോലും അറിയാൻ മേലെന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് വന്നത്. നമുക്കൊന്നുകൂടി ട്രൈ ചെയ്യാം. വെടിയേക്കാം. അടിച്ചു. അയ്യോ, ഇപ്പുറത്ത് വന്നുണ്ട്. വെടിവെച്ചോ? അവനെടുത്ത് ഒരു വെടി മതി. ഇനി ഇവിടെ നിന്ന് വെടിവെക്കാം. അയ്യോ, ഇതെന്ത് പണിയാണ്? ഞാൻ എങ്ങനെ അതിസാഹസികതമായി അവനെ തോൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എക്സിറ്റ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ജയിച്ചെന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്, ജയിച്ചിട്ടില്ല. ഇനിയുണ്ട്. ഇതെങ്ങോട്ടാ? വീട്ടിൽ പോണോ?
അല്ലല്ല ഇങ്ങോട്ടല്ല, വേറെന്തോ സംഭവം നോക്കട്ടെ. ഓ ഗൈസ്, ഇത് ഇച്ചിരി ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ, പക്ഷെ ചെറിയ ഡിസ്റ്റൻസ് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തേക്കുവാണ്. ഇങ്ങനെ വെച്ച് നോക്കി പോവാവേ, എത്ര ഡിസ്റ്റൻസിലാണ് പെടണേന്ന് നോക്കാം. കണ്ടാ നമ്മൾ മുട്ടിയിട്ട് പോലും ഇല്ല, എന്നിട്ടാണ് നമ്മൾ പെട്ടത്. ഗൈസ് നമുക്ക് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അയ്യോ, ഇനി ബാറ്റ് വേണം. ബാറ്റ് എവിടെയാ? ബേസ്ബോൾ ബാറ്റാണ് വേണ്ടത്. ഗൈസ് അവിടെ ഒരു കുഴിയുണ്ട്, അവിടെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ഇനി ഇതെടുത്തിട്ട് അങ്ങോട്ട് പോവാം. അയ്യോ ഗൈസ്, അത് പിന്നെ നമ്മൾ പോയി പെട്ടയിൽ ഒന്നുകൂടി നോക്കാം. നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. നമ്മൾ 14 മിനിറ്റായി ഞാൻ കളിച്ചിട്ട്. ഓ ഗൈസ്, നമ്മളിത് ഇങ്ങോട്ട് കയറണം. ഗൈസ് നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ചാടി പോകണം. നമ്മൾ ഊഞ്ഞാല് വഴി ചാടി പോകണമെന്നാണ് തോന്നുന്നത്. കണ്ട, ഊഞ്ഞാല് വഴി ചാടി പോകണം. ഗൈസ് ഈ ബട്ടൺ നിൽക്കണമെന്ന് തോന്നണ്. ഗൈസ് താഴെ വീഴുമോ? ഓ ഗൈസ് നിന്ന്. ഓ ഭാഗ്യം. ഞാൻ അത് ആടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല പാടായിരിക്കും. ബട്ടൺ നിൽക്കിയാൽ നിൽക്കും. ശരിക്കോ? യെസ്, നമ്മളിവിടെ എത്തി. ഇനി മറ്റേ സ്മോക്ക് വരും കേട്ടോ അതിലും വഴി. ഓ ഇനി നേരെ ഓടിക്കോ. ഓ കൈസ്, ഇനി ഒന്നുകൂടി ഓടിപ്പോവാം. ഇത് നിന്ന് കഴിഞ്ഞിട്ട് ഓടണം. ഇല്ല, ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി, പണി വാളും. കൈസ് ഇത് മേലോട്ട് ഇനി കറങ്ങി ചാടി പോണ സംഭവമുണ്ട്. അത് ഇച്ചിരി പണിയാണ്. അയ്യോ, നമ്മൾ ചാടുന്ന സമയത്ത് നിൽക്കാൻ വിട്ടുപോയി. ഒന്നും കൂടി നോക്കാം. ചാടിക്കോ, എത്തും. ഞാൻ പ്രോ പ്ലെയർ ആയതുകൊണ്ട് എത്തും. ചാടിക്കോ. ചാടി. യെസ്, എത്തി. ഗൈസ് ഞാൻ മേലോട്ട് കയറുന്ന സംഭവത്തിലില്ലേ, ഒറ്റയടിക്ക് കയറി ചെന്നാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ അടിച്ച് പൊട്ടിച്ചോ നിങ്ങളിതേ. ഇതിൽ ഞാൻ ഒറ്റയടിക്ക് ഞാൻ മേളിൽ എത്തുവാണെങ്കിൽ യെസ് നമ്മളെത്തിയിരിക്കും. യെസ്, നിങ്ങൾ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, കാരണം ഞാൻ പ്രോ പ്ലെയർ ആയത് എത്തിയിരിക്കും. യെസ്, ഇച്ചിരിയും കൂടി മതി. ഓ എത്തി. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് പൊട്ടിച്ചോ. കൈ കിട്ടുക എന്തെങ്കിലും കൈ കിട്ടിയോ അതെടുത്ത് ആ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ അടിച്ച് പൊട്ടിച്ചോ. ഇനി നേരെ അങ്ങോട്ട് ഓടി. ഇതെന്തോ ലിഫ്റ്റാണെന്ന് തോന്നണം കേട്ടോ ഗൈസ്. മേലിലോട്ട് പോകണമെന്ന് തോന്നണം. ബട്ടൺ പ്രസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗൈസ് കുറച്ച് നേരം എടുത്ത് കേട്ടോ ഗൈസ്. നമ്മൾ മേലിലോട്ട് എത്തി. ഇനി വല്ല ബോസ് ഫൈറ്റും ഉണ്ടാവുമോ? ഇല്ല ഗൈസ്. നമുക്ക് കോഴിക്കൂട്ടി കയറി പോകണം. വലിയ കൂടാണ്. ഇതെന്താ മുട്ടയോ? ഗൈസ് ഇതിൻ്റെ മേളിൽ കൂടിയൊക്കെ ചാടിപ്പോണം. ഈ മുട്ടത്തോടി ചവിട്ടി ചിലപ്പോൾ പൊട്ടുമായിരിക്കും കേട്ടോ ഗൈസ്. നോക്കട്ടെ. ഇല്ല ഗൈസ്, ഇത് ബുൾസൈ ആണ് അവർ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ചാവണ്ടായിരുന്നു കേട്ടോ ഗൈസ്, കാരണം ഞാൻ പ്രോ പ്ലെയർ ആയതുകൊണ്ട് എനിക്കൊന്നും പറ്റിയില്ല. ഇനി എങ്ങോട്ടോ? ഗൈസ് നേരെ ഇങ്ങോട്ട് ചാടിയാൽ മതിയായിരുന്നു. ഗൈസ് മുട്ട തെന്നുന്നുണ്ട് കേട്ടോ. ഇനി ഇങ്ങോട്ട് ചാടാം, വെറുതെ റിസ്ക് എടുക്കണ്ട. ഇനി ഗൈസ് ഇവിടെ എന്തോ ഇങ്ങോട്ടാണ് ചാടേണ്ടത്. ഗൈസ് ഇവിടെ ഒരു പന്നി കിടപ്പുണ്ട്. ഇനി അതിൻ്റെ മേളിൽ ചാടി പോണോ? ഉയ്യോ ഗൈസ്, എന്താ സ്പ്രിങ്ങാ? ഇത് പറ്റുന്നില്ലല്ലോ. ഓടി വന്ന് ചാടി നോക്കാവേ. അയ്യോ പറ്റുന്നില്ല. ഒന്നുകൂടി നോക്കാം. പിന്നെയും പറ്റുന്നില്ല. എത്തി. ഗൈസ് ഇനി എന്താ കാറുണ്ട് കേട്ടോ ഗൈസ്. എന്തോ ഒരു പാട്ട വണ്ടി. ഇതിലോട്ട് കയറി നോക്കാം. ഇൻട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പോകണം ഗൈസ്. നമ്മൾ വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇങ്ങനെ വെച്ച് പോയി നോക്കാം ഗൈസ്. ഇതൊന്നും ഓടിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ഒന്ന് എങ്ങനെയെങ്കിലും പോയി നോക്കട്ടെ. ഇതും കൂടി ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇതും കൂടി കൊണ്ട് തീർന്നെങ്കിൽ കൊള്ളായിരുന്നു. യെസ്, ഓടി ഇതിലും കൂടി ചാടിപ്പോണം. ഇപ്പോൾ വീണേനെ. താഴെ വീണ്. ഒരു വട്ടം കൂടി ട്രൈ ചെയ്യാം.
ഗൈസ് എനിക്കൊരു ഐഡിയ, നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നോക്കാം. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഗൈസ്. നിങ്ങളെങ്ങാനും കളിക്കുവാണെങ്കിൽ ഇത് ഇത്രയും ഡിസ്റ്റൻസ് വെച്ചിട്ട് കളിച്ച് നോക്ക്. നമുക്ക് സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റും ഇത്. ഇച്ചിരിയും കൂടി പുറകോട്ടാക്കാം അല്ലേ. ഇനി ഇങ്ങോട്ട് ഓടിച്ചോ. നല്ല സിമ്പിളായിട്ട് ഇങ്ങനെ വെച്ചാൽ ഓടിക്കാൻ പറ്റും കേട്ടോ ഗൈസ്. ഇനി എൻ്റെ മേലിൽ കൂടി പോകണോ? വേണ്ടല്ലോ. ഇത് നല്ല ചാടനൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഇത്. കഴിഞ്ഞ് ഭാഗ്യം. ഇതും കൂടിയല്ലേ ഉള്ളൂ. യെസ്, നമ്മൾ ജയിച്ചു. ഇനിയൊന്നുമില്ല, ജയിച്ചിരിക്കുന്നു. യെസ് ഗൈസ്, ഇവിടെ നമുക്ക് സ്പീഡൊക്കെ ഉണ്ട് കേട്ടോ. സ്പീഡും ജമ്പും ഒക്കെ നല്ല ഇതിലായിട്ട്. ജമ്പ് പാഡ് ആൻഡ് സ്പീഡ് പാഡ്. കൊള്ളാം. വീണ് പോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തോട്ട് കാണാം. ബൈ.